ഏറ്റവും വലിയ അതിശയം, ഞാൻ 2016 MP ആയ ആ കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട, എനിക്ക് ട്രൈബൽ തരൂ. അപ്പൊ നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു ശാപമാണ്, ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത ആളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ്, ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെ. സുഹൃത്തുക്കളെ, നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചേട്ടന്റെ വിചാരം അദ്ദേഹം ഉന്നതകുല ജാതിയിൽപ്പെട്ട ഒരാളാണെന്ന്. ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാൾ തന്നെ ആ സ്ഥാനത്ത് വരണമെന്ന് അദ്ദേഹം ശഠിക്കുന്നു. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. 2016 MP ആയ സമയത്തെ അദ്ദേഹം പ്രധാനമന്ത്രി മോദിയോട് ആവശ്യപ്പെട്ടതാണ്. ഇദ്ദേഹത്തിന് സ്വന്തം സമുദായത്തോട് തന്നെ ഒരു വിരക്തി ഉള്ളതായി നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്നും കേൾക്കാൻ പറ്റും. കാരണം ഇദ്ദേഹം നായർ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം പറയുന്നു, അടുത്ത ജന്മത്തിൽ ചെവിയിൽ പൂടെയുള്ള ഒരു ബ്രാഹ്മണനായി ജനിച്ചുകൊണ്ട് അയ്യപ്പന്റെ ശ്രീകോവിൽ കയറി അയ്യപ്പന്റെ വിഗ്രഹത്തെ തഴുകണമെന്നാണ് അദ്ദേഹത്തിന്റെ ശാഠ്യം. അപ്പോൾ അദ്ദേഹത്തിന് നായർ സമുദായത്തോട് തന്നെ ഒരു വിരക്തി ഇതിൽ നിന്നും കാണുന്നു. ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ജനാധിപത്യത്തിനെതിരായ ജാതിമത ചിന്തകളുടെ പ്രാമുഖ്യമാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ കാണുന്നത്.